നമുക്കേ ഇന്നൊരു സിമ്പിൾ ഡ്രോയിങ് ആയാലോ? ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മൈൻഡ് ഫുൾ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഡ്രോയിങ് ആണ് ഇത്. ഈ ഡ്രോയിങ്ങിൻ്റെ പേര് സെൻറ്റാങ്കിൾ ആർട്ട് എന്നാണ്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റാങ്കിൾ ആർട്ടാണ്. ഇതിനായിട്ട് ആദ്യം നമ്മൾ കുറേ ലൈൻസ് വെർട്ടിക്കലി ഹൊറിസോണ്ടലി ഒക്കെ വരയ്ക്കണം. അതിന് അത്ര വലിയ ഷേപ്പ് വേണമെന്നോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. ഇനി ആ ചെറിയ കോളംസ് ഇല്ലേ, ആ കോളംസിനകത്ത് നമ്മൾ ആംഗിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആംഗിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിനുശേഷം ആ കോണിൽ നിന്ന് തന്നെ നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് വരയ്ക്കണം. ആ ഫ്ലവർ പെറ്റൽസ് ആ കോളം ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. ഫ്ലവർ പെറ്റൽസ് വരയ്ക്കുന്നതും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഡ്രോയിങ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഫൈനൽ ടച്ചസ് ആണ് ചെയ്യുന്നത്, അതായത് കളറിങ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ സിംഗിൾ കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും കളർ ചെയ്യാം. ഇനിയാണ് നമ്മുടെ ഫൈനൽ കളറിങ്. അതായത് പെറ്റൽസ് അല്ലാത്ത ഭാഗത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാക്ക് കളർ പെൻ വെച്ചിട്ടോ അല്ലെങ്കിൽ മാർക്കറോ സ്കെച്ച് പെൻ വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, കളർ ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡ്രോയിങ് കഴിഞ്ഞു. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റാങ്കിൾ ആർട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്തൂടെ? വരയ്ക്കാൻ അറിയാത്ത ആരും ഇതൊന്ന് വരച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സംശയം തോന്നും, നമ്മൾ തന്നെയാണോ ഇത് വരച്ചതെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.